ദൃശ്യങ്ങളിൽ കാണാം എവിടെയാണ് അപകടം ഉണ്ടായതെന്ന്. തീരത്തോട് വളരെ സമീപത്താണ്. 40 നോട്ടിക്കൽ മൈൽ എന്ന് വെച്ചാൽ അധിക ദൂരമല്ല അവരുടെ ഈ കടലുമായി ബന്ധപ്പെട്ട കണക്കിൽ എന്ന് വേണം മനസ്സിലാക്കാൻ. ചൈനീസ് കപ്പലിനാണ് തീപിടിച്ചത്. 40 ജീവനക്കാർ അതിനകത്തുണ്ട്. വലിയ ഒരു ചർച്ച ഈ കപ്പൽ അതിൽ നിന്ന് കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ തന്നെയും നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇങ്ങനെയൊരു കപ്പലപകടം, സമാനമായൊരു കപ്പലപകടം നമ്മുടെ തീരത്തോടടുത്ത് നടന്നതിനെ തുടർന്ന് ഇന്നിപ്പോൾ അവിടെ സെക്രട്ടേറിയറ്റ് മാർച്ച് അടക്കം മത്സ്യത്തൊഴിലാളി ഫെഡറേഷനൊക്കെ നടത്തുന്ന സാഹചര്യമുണ്ട്. ആ കാര്യത്തിൽ, അതായത് നേരത്തെ ഉണ്ടായ അപകടത്തെക്കുറിച്ച് വലിയ വിമർശനം നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെയും ഭാഗത്തു നിന്നും മറ്റും ഉണ്ടായിരിക്കുന്ന സാഹചര്യമാണ്. 634 കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു ആ കപ്പലിലത്രേ നേരത്തെ സംഭവിച്ച കാര്യങ്ങളിൽ. കപ്പലിൻ്റെ പാത തെറ്റായ രീതിയിലായിരുന്നു എന്നൊക്കെ യൂജിൻ പെരേര തൊഴിലാളി ഫെഡറേഷൻ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പ്രസംഗിച്ചതായിട്ട് വാർത്ത അല്പം മുമ്പാണ് വന്നത്. കപ്പലിൻ്റെ ക്യാപ്റ്റനെ അറസ്റ്റ് ചെയ്യാത്ത എന്തുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കെതിരെ വലിയ വിമർശനം ഈ മത്സ്യത്തൊഴിലാളികൾ സംഘടനകളടക്കമുള്ളവർ ഉന്നയിക്കുന്ന അതേ സാഹചര്യത്തിലാണ് ഇപ്പോൾ രണ്ടാമതൊരു അപകടം നമ്മുടെ തീരത്തോട് ചേർന്ന് തന്നെയും ഉണ്ടായിട്ടുള്ളത്. 650 കണ്ടെയ്നറുകൾ അതിനകത്തുണ്ട് എന്നാണ് സൂചന. കണ്ടെയ്നറുകൾക്കാണ് തീപിടിച്ചത് എന്ന വിവരമാണ് അവിടെ നിന്ന് സഹിൻ ആൻ്റണി ആണെങ്കിലും ശരത്ലാൽ ആണെങ്കിലും നൽകുന്നത്. ആദ്യം കണ്ടെയ്നറുകൾക്കാണ് തീപിടിച്ചത്. തീപിടുത്തമുണ്ടായ കണ്ടെയ്നറുകൾ കടലിലേക്ക് ഒരു 50 എണ്ണം 40-50 അടക്ക് കണ്ടെയ്നറുകൾ ഇതിനകം തന്നെ കടലിലേക്ക് വീണിട്ടുണ്ട്. അപ്പോൾ അത് കപ്പലിനകത്തേക്ക് തീ പടർന്നോ എന്നതൊന്നും സംബന്ധിച്ചുള്ള പൂർണ്ണമായുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. ചില ജീവനക്കാർ കടലിലേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് എന്ന വിവരം കൂടെ ഇപ്പോൾ വന്ന വിശദാംശങ്ങളിലുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് കൺഫേം ചെയ്യപ്പെടേണ്ടതുണ്ട്. പക്ഷേ ഏതായാലും അവിടേക്ക് നമ്മുടെ സംവിധാനങ്ങൾ പോയിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടേക്ക് നമ്മുടെ നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും ജീവനക്കാർ വലിയ യാനങ്ങളുമായിട്ട്, സുരക്ഷാ യാനങ്ങളുമായിട്ട്, ഷിപ്പുകളുമായിട്ട് വാഹനങ്ങളുമായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. സുരക്ഷാ യാനങ്ങളുമായിട്ട്